കാനഡയിലെ വീടുകളുടെ ലൈഫ് എക്സ്പെക്ടൻസിയെ പറ്റി ആളുകൾക്ക് സംശയമുള്ള കാര്യമാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ കോൺക്രീറ്റിലാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അത് വേറെ മേജർ ക്രാക്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ 100+ ഇയേഴ്സ് ഒരു കുഴപ്പമില്ലാതെ പോകുന്ന രീതിയിലാണ് കാനഡയിലെ വീടുകളുടെ ഫൗണ്ടേഷൻ കോൺക്രീറ്റിൽ നിർമ്മിച്ചേക്കുന്നത്. കാനഡയിലെ വീടുകളുടെ ഈ ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ റൂഫ് എന്നുള്ളൊരു കാര്യം. അത് നമുക്കൊരു വൺ ഓഫ് ദ മേജർ എക്സ്പെൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതൊരു 15 to 20 ഇയേഴ്സ് നമുക്ക് നോർമൽ കേസിൽ കിട്ടും. അതുപോലെ ഗ്യാസ് ഫർണസ് ആണെങ്കിൽ ഒരു 15 to 20 ഇയേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ എയർ കണ്ടീഷൻ അത് ഒരു 10 to 15 ഇയേഴ്സ് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം ഇലക്ട്രിക് ഫർണസ് ആണെങ്കിൽ നമുക്കൊരു 10 ഇയേഴ്സ് ലൈഫ് എക്സ്പെക്ടൻസി പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ഗരാജ് ഓപ്പണർ ഒരു 10 to 15 ഇയേഴ്സ് കുഴപ്പമില്ലാതെ പോകുന്ന ഒരു പീരീഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എക്സ്റ്റീരിയർ പെയിൻറ്റ് ഒരു 7 to 10 ഇയേഴ്സ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ സാധ്യതയുള്ളൊരു പീരീഡ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം വീട് മേടിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതിന് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ get a proper inspection done before buying your home. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഹാവ് എ ഗുഡ് ഡേ.